മുൻധാരണ ഒന്നും കൂടാണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കും. എടാ, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്കോ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കോ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എയിം ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം കോളേജ് ആയിരിക്കണം. അല്ലാതെ നാട്ടിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലോ നാട്ടിലെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലോ അവിടെ ഒന്നുമല്ല നിങ്ങൾ പഠിക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും പ്രീമിയം, ഫോർ എക്സാമ്പിൾ ഒരു മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ ഞാൻ എയിംസിൽ പോയിട്ട് പഠിക്കും. ഇനി അതല്ല, ഞാനൊരു എഞ്ചിനീയറിംഗ് ഫീൽഡാണ് നിങ്ങളുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാൻ NIT-ലോ IIT-ലോ പോയിട്ട് പഠിക്കും എന്ന് വേണം നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യാൻ, ഡ്രീം ചെയ്യാൻ. സാർ അതെന്താ അങ്ങനെ? അതിന് ജസ്റ്റ് ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. നോർമലി നമ്മളൊരു 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ +1 +2 കഴിഞ്ഞ് നമ്മളൊരു ജോലി കിട്ടണമെന്നാണല്ലോ നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുക, പൈസ വാങ്ങണമെന്ന്. സോ ഒരു 22ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ലൈഫ് സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ, ഇതൊരു സ്ഥാപനത്തിൻ്റെ പരസ്യമല്ല, എന്നാലും അങ്ങനത്തെ ഒരു സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ IIT-ലാണ് പഠിച്ചെന്ന് വിചാരിക്കുക. ഒരു വർഷം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്ര? നിങ്ങൾക്ക് 20 to 30 lakhs, 20 മുതൽ 30 ലക്ഷം വരെ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടും. IIT-ലാണ് നിങ്ങൾ പഠിച്ചിറങ്ങിയെന്നുണ്ടെങ്കിൽ. എന്നാൽ നിങ്ങൾ NIT-ലാണ് പഠിക്കാതിരിക്കുക. നിങ്ങൾ കോളേജിൽ NIT കോളേജിലൊക്കെ പഠിച്ച് നിങ്ങൾ അവസാന ഇയർ എത്തുമ്പോഴത്തേനും അതിന് മുമ്പേ ചിലപ്പോൾ വരും. നിങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ഓഫേഴ്സ് വരും. ഓരോ കമ്പനിക്കാരെ നിങ്ങളടുത്തേക്ക് വരും. എന്നിട്ട് പറയും, മോനെ ഈ കമ്പനിയിൽ നീ ജോലി ചെയ്യുന്നുണ്ടോ, നിന്നെ മാർക്ക് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ വല വീശി പിടിക്കാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വല വീശൽ നടക്കും. അപ്പോൾ IIT കഴിഞ്ഞ് NIT-ലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ 12 മുതൽ 20 ലക്ഷം വരെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു വർഷം സാലറി കിട്ടും. എന്നാൽ ഇതിനൊന്നുമല്ല, നിങ്ങളങ്ങനെ സാർ അതിന് മാത്രം ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നില്ല, നോർമലി നാട്ടിലെ ഏതെങ്കിലും കോളേജുകളിലാണ് സാർ ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ തന്നെ ഏതോ 2 or 3 കോളേജിൽ മാത്രമാണ് ഇങ്ങനെ പ്ലേസ്മെന്റ് നടക്കുക. അതിൽ തന്നെ അവർ കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ 5 മുതൽ 6 ലക്ഷമാണ് ഒരു വർഷം കൊടുക്കുന്നത്. ഒന്ന് നോക്കടാ, ഡിഫറൻസ് നോക്കടാ. സോ ശരിക്കും നമുക്കൊക്കെ എന്താ ആഗ്രഹം ഉണ്ടാകുക? നല്ല പൈസ ഉണ്ടാക്കാനല്ലേ. നല്ല പൈസ ഉണ്ടാക്കിയിട്ട് അത്യാവശ്യം നല്ല സേവ് ചെയ്തിട്ട് അങ്ങനെ കുറച്ചൊന്നുമില്ലെങ്കിലും ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കുക. പൈസ ഒരു മാനദണ്ഡമാണോ എന്ന് വെച്ചാൽ ആണ്. സോ നമുക്ക് പൈസ വേണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളോട് എന്താ പറയുക, നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് IIT-കളും NIT-കളുമാണ്. ഇനി മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ എയിംസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ടാർഗറ്റ് ചെയ്യണം. സാർ അതിനെന്താ ചെയ്യേണ്ടത്? നോർമലി നമ്മൾ ഒരു 10ാം ക്ലാസ് നമ്മൾ കഴിഞ്ഞ് നമ്മൾ +1 +2 നമ്മൾ ഏതെങ്കിലും വീടിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ, നോർമൽ സ്കൂളിൽ പഠിച്ചാൽ കിട്ടുമോ? നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പോൾ അടുത്ത അല്ലെങ്കിൽ നിങ്ങളടുത്ത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തവണ അഡ്മിഷൻ എടുത്ത ആൾക്കാരെ ഒരു സർവേ നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരും ഒന്നെങ്കിൽ അവർ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ച കുട്ടികളാണ്, അല്ലെങ്കിൽ അവർ റിപ്പീറ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ കളിക്കും, സാർ ഞങ്ങൾ റിപ്പീറ്റിന് പോയിക്കോളാം. മക്കളെ, സമയം എത്രയും വേസ്റ്റ്. 1 കൊല്ലമല്ല, 2 കൊല്ലോ 3 കൊല്ലോ ചിലർക്ക് റിപ്പീറ്റ് എടുക്കും. അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. നമുക്ക് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യാം. എജുപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ ഒരു ചാൻസ് ഉണ്ട്. അവസാനത്തെ ESAT എക്സാം. ഇനി ഒരു ESAT എക്സാം ഇല്ല. ഇതാണ് അവസാനത്തെ എക്സാം. നമ്മൾ ജൂൺ 7-ാം തീയതി നടക്കാൻ പോകുന്നത്. സാർ എന്താ ESAT എക്സാം? ജസ്റ്റ് ഒന്ന് കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാം, നോർമൽ ഒരു സ്കൂൾ പഠിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് എജുപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്ന +1 +2 2 കൊല്ലം നിങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ ഇരുത്തി നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് പഠിക്കേണ്ട കണ്ടന്റിൻ്റെ കൂടെ തന്നെ ആ ഒരു പാഠത്തിനെ ബേസ് ചെയ്തിട്ട് വിവിധ എൻട്രൻസ് എക്സാമുകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും അതിൻ്റെ കണ്ടന്റുകളും ഞങ്ങൾ പഠിപ്പിച്ചു തരും. സാധാരണ നിങ്ങളൊരു സ്കൂളിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 to 12 മണിക്കൂറോ 8 to 10 മണിക്കൂറോ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രൻസ് എന്നുള്ള വാക്ക് പോലും കേൾക്കൂല. അവിടെ ജസ്റ്റ് ബോർഡ് എക്സാമിന് മാത്രമുള്ള കണ്ടന്റ് ആയിരിക്കും. ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, പബ്ലിക് പരീക്ഷ, ഇതിൻ്റെ കണ്ടന്റ് മാത്രമായിരിക്കും കിട്ടുക. എന്നാൽ എജുപോർട്ടിൽ അതേ സമയത്ത് അതിനേക്കാൾ കൂടുതൽ കണ്ടന്റ് കിട്ടും. എൻട്രൻസ് ബേസ്ഡ് കണ്ടന്റ് കിട്ടും. നിങ്ങളെ മൊത്തം കാര്യങ്ങളും ഞങ്ങൾ സെറ്റാക്കി വെക്കും. സോ 2 കൊല്ലം ഇവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട, റിപ്പീറ്റ് ചെയ്യേണ്ട, സമയം ഇഷ്ടം പോലെ ലാഭം. ആ ഒരു കോച്ചിങ് സെന്ററുകൾ നിങ്ങൾ കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് ലാഭം. ഇതെല്ലാം കൊണ്ടും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എജുപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. ആൻഡ് ഈ എജുപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ESAT എക്സാം നിർബന്ധമായിട്ട് എഴുതണം. ESAT എക്സാമിൽ അവസാനത്തെ എക്സാമാണ് ഈ ജൂൺ 7-ാം തീയതി നടക്കാൻ പോകുന്നത്. ലാസ്റ്റ് ESAT എക്സാം. ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ മക്കളോട് പറയാണ്, ഈ ESAT എക്സാമിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. 2 കൊല്ലം ഫുഡും അക്കോമഡേഷനും അടക്കം നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആയിരിക്കും. ബുക്കിന് ഫീസ് കൊടുക്കേണ്ട ഒന്നും വരില്ല. ESAT എക്സാമിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് ഓഫറോട് കൂടി പഠിക്കാൻ പറ്റും, സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പറ്റും. ആൻഡ് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക. ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ്. നമുക്ക് ആകെ ലിമിറ്റഡ് സെൻറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അല്ലാതെ കേരളം ഒട്ടാകെ എജുപോർട്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ നടത്തുന്നില്ല. എജുപോർട്ട് ലിമിറ്റഡ് ഒരു 1 or 2 സ്കൂളുകൾ മാത്രം നമ്മൾ നടത്തിയിട്ട് അതിൽ മാത്രം നമ്മൾ റിസൾട്ട് ഉണ്ടാക്കാനാണ് ഇപ്രാവശ്യം നമ്മുടെ ടാർഗറ്റ്. സോ ഗൈസ്, ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് നിങ്ങൾ ക്ലാസ് എടുക്കും. ആൻഡ് ഹോസ്റ്റൽ ഫെസിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നടന്നു പോകാവുന്ന ദൂരം,
അത്രേ ഉണ്ടാവുള്ളൂ എജുപോഡിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്നും നിങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലുമായി ഉള്ള ആ ഒരു ഡിസ്റ്റൻസ്. സോ ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട. വെൽക്കം ടു എജുപോഡ് ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെടാ, ഓൾറെഡി നമ്മൾ കുറേ ESR എക്സാം നടത്തി, ഇനി നമുക്കൊരു 50ഓളം സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സോ ഒരു നാണിച്ച് നിൽക്കണം, നമ്മളെന്താ പറയുക, ഒരു മടിയും വേണ്ട, പെട്ടെന്ന് തന്നെ ESR എക്സാം രജിസ്റ്റർ ചെയ്തോ. അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി മറ്റൊരു പ്രത്യേകത, ഈ ഒരു 2 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഭൂതം, ഭാവി, വർത്തമാനം, എല്ലാ കാര്യവും. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോ. കേരളത്തിൽ ഉടനീളം സെൻറ്റേഴ്സ് ഉണ്ട്. ജൂൺ 7-ാം തീയതിയാണ് നമ്മളെ എക്സാം ഉണ്ടാവുക. 60 മിനിറ്റിൽ 60 ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിൻ്റെ സിലബസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ PDF താഴെ കമൻറ്റ് ബോക്സിൽ കിട്ടും. ഇതാണ് അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം, ഇനി CBSE ആണെങ്കിൽ അതിൻ്റെ സിലബസ്, അതിൻ്റെ PDF, മൊത്തം സിലബസിൻ്റെ PDF താഴെ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. സോ ഒരിക്കൽ കൂടി ഞാൻ മക്കളോട് പറയാം, പോയിട്ട് ആ എക്സാം എഴുതിക്കോ. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കാം. 2 കൊല്ലം നിങ്ങൾ നായി നയിക്കുന്ന മാതിരി നയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാവും. നല്ല പൈസ ഉണ്ടാക്കാം. നല്ല എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും ജോയിൻ ചെയ്യാം. പൊളിച്ചടക്കാം. സോ ഗൈസ്, വെൽക്കം ടു എജുപോഡ്. ബൈ.